ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യട്ടെ. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങളുടെ ഏജ് എത്ര നമുക്ക് കണ്ടുപിടിച്ചാലോ? നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നിങ്ങളുടെ ഏജ് എത്ര നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അറിയാൻ പാടാത്ത ആൾക്കാർ അമ്മയുടെ അച്ഛനോട് ചോദിക്കുക. കുട്ടികളാണെന്നാൽ അമ്മയുടെ അച്ഛനോട് ചോദിച്ചിട്ട് ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്തേ. ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ വീഡിയോ ഫാസ്റ്റ് ആയിട്ട് പോകും. നിങ്ങൾ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ഫാസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ കൂടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ നിങ്ങൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തേ. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, 2 കൊണ്ട് ഇൻറ്റു ചെയ്തോ. 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നിങ്ങൾ ഇനി ഇപ്പൊ കിട്ടിയ ആൻസറിനെ 5 കൊണ്ട് പ്ലസ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ ആൻസറിനെ 5 കൊണ്ട് പ്ലസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനെ 50 കൊണ്ട് നിങ്ങൾ ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 50 എന്ന് വെച്ചാൽ 50 കൊണ്ട് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. അല്ലെ നിങ്ങൾക്ക് തെറ്റിപ്പോവാതാണ് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ 1776. ഓക്കെ, 1776 കൊണ്ട് പ്ലസ് ചെയ്യുക. 1776 കൊണ്ട് നിങ്ങൾ പ്ലസ് ചെയ്യുക. ഓക്കെ, ചെയ്തോ? ഓക്കെ, ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആൻസർ കിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസറിന് നിങ്ങളുടെ ബർത്ത് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മന്ത് അല്ല, ഡേറ്റ് അല്ല. 2001, 2002, 2005, 2004 അങ്ങനെ 1996 അങ്ങനെ നിങ്ങളുടെ ബർത്ത് ഇയർ ഉണ്ടാവുമല്ലോ. നിങ്ങൾ എപ്പോഴാണ് ജനിച്ച വർഷം അത് നിങ്ങൾ മൈനസ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ ആൻസറിനെ നിങ്ങൾ ബർത്ത് ഇയർ കൊണ്ട് നിങ്ങൾ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്തോ? ഓക്കെ, പോസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻസർ കിട്ടില്ലേ? ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോകുന്നു. മൈൻഡ് റീഡിംഗ് അല്ല, ജസ്റ്റ് ഒരു മാത്സ് ആണ്, മാത്തമെറ്റിക്സ് ആണ്. മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു മൈൻഡ് റീഡിംഗ് മാജിക് ട്രിക്ക് ഒക്കെ തന്നെയാണ്. മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ലോകത്ത്. ഓക്കെ, എനിക്ക് മാത്സ് ഒന്നും അറിയാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെയെങ്കിലും ഞാൻ ചെറുതായിട്ടൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോകുന്നു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. വരുവാടാ, ഉറപ്പാ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആൻസർ കിട്ടില്ലേ? ആ ആൻസറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ വയസ്സ് അതായിരിക്കും. ഓക്കെ, 1 ഡിജിറ്റ് ഏജ് ഉള്ള ആൾക്കാർക്ക് ലാസ്റ്റ് 1 ഡിജിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഏജ്. 2 ഡിജിറ്റ് ഏജ് ഉള്ള ആൾക്കാർക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും. ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഏജ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, അല്ലേ? ആണോ അല്ലേ എന്ന് കമന്റ് ബോക്സിൽ പറ എല്ലാവരും.